ഹലോ 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 ചങ്ങായിമാരെ, വീണ്ടും ഇതാ അത്തറിൻ്റെ മണമുള്ള ഖത്തറിലേക്ക് ഖത്തറിലേക്കുള്ള യാത്രയുമായി ഞാൻ ഖത്തർ എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നാട്ടിലൊരു ഹോട്ടൽ തുടങ്ങി, അതും കൊടുത്ത് വീണ്ടും ഖത്തറിലേക്ക് ജീവിതമാർഗവുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പം ഖത്തറിൽ അത്തറിൻ്റെ മണമുള്ളത് കൊണ്ട് ഞാൻ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു. ഏകദേശം ഖത്തർ എയർപോർട്ട് ലാൻഡ് ചെയ്യാനായിട്ടുണ്ട്, ദോഹ ഇൻ്റർനാഷണൽ എയർപോർട്ട്. അപ്പോൾ അങ്ങനെ ലാൻഡിങ് ടൈമായി, ലാസ്റ്റാണ്. അപ്പോൾ ടെൻഷൻ ഉണ്ടെന്ന് വെച്ചാൽ ടെൻഷനുണ്ട്, കൂട്ടുകാരൊക്കെ വിട്ട് പിരിഞ്ഞൊരു ടെൻഷൻ നന്നായിട്ടുണ്ട്. ഇനിയൊരു കുറച്ച് കൂട്ടുകാരൊക്കെ ഇവിടെ ബംഗാളികളും പാകിസ്ഥാനികളും നേപ്പാളികളും ഫിലിപ്പീനുകളും അങ്ങനെ കുറച്ചൊരു കൂട്ടുകാരായിട്ട് ഒരു 1-2 വർഷം ഇവിടെ അടിച്ചു പൊളിക്കും. ഇതാ ലാൻഡ് ചെയ്തു 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 ഓക്കെ. അങ്ങനെ ഖത്തറിൻ്റെ നാട്ടിൽ ഞാൻ തൊട്ടു. ഇതിൻ്റെ സ്പീഡ് അറിയണമെങ്കിൽ ഈ റോഡിൽ കൂടെ തന്നെ പോകണം. നമ്മളിവിടെ പോയപ്പോൾ ഇതിൻ്റെ സ്പീഡൊന്നും ആവുന്നില്ലായിരുന്നു. അങ്ങനെ അവസാനം ഖത്തറിലെത്തി. ഇനി ഇതിൻ്റെ രസം കേൾക്കണം. ഈ ഖത്തറിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മണിക്കൂർ ഉണ്ടാവും തോന്നുന്നു ഇത് കൊണ്ടിട്ട് അവിടെ കൊണ്ടുപോയി നിർത്തിയിടാൻ. ഇതെങ്ങനെ പോയി 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 ഇവരേതൊക്കെയോ വഴിക്ക് പോകുന്നത്. അതേതാ ഫ്ലൈറ്റ് പോകുന്നത്? അത് ഒമാൻ എയർട്ടാ. ഒരു ഒമാൻ എയർ കൊണ്ട് പോവാണ്. ഓക്കെ, ബൈ. പിന്നെ ഇതിപ്പോൾ എവിടെയോ കൊണ്ടുപോയി നിർത്താനാണ് പോണേ. നിർത്തിയിട്ട് എത്തൂല. ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കണത് എവിടെ നിർത്തുക ഇങ്ങനെ നിർത്തൂല എന്ന്. ഇയാളിങ്ങനെ പോകും. ഓട്ടെ, പോണുണ്ട്, എവിടെയോ എത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞ്. ഞാൻ വീഡിയോ ഒന്ന് ഷോർട്ടാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഹലോ, കഴിഞ്ഞോ? എത്തിയോ? ഹലോ പൈലറ്റ്, എവിടെ സൈഡാക്കും, ഞങ്ങളിവിടെ ഇറങ്ങിക്കോളാം. എന്തായാലും വേണ്ടില്ല, പോട്ടെ. ഏകദേശം ഖത്തറിൻ്റെ ഒരു ഭാഗം തന്നെ ഫ്ലൈറ്റ് എയർപോർട്ട് ഉണ്ട് കേട്ടോ. ഇത് ഓടിയിട്ട് എത്തുന്നില്ല. അത് അയ്യോ, ഇതാ ഏതൊക്കെയോ പാലൊക്കെ കാണുന്നുണ്ട്. എനിക്കത് റോഡിൽ കൂടിയാണ് അപ്പോൾ പോകുന്നത്. വണ്ടി അപ്പുറത്ത് കൂടെ അത് വണ്ടിയൊക്കെ പോകും. B2. അങ്ങനെ B2 എത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു വർഷത്തിന് ശേഷം ഖത്തറിലേക്ക്. ഇനി ഗൾഫിലേക്ക് തിരിച്ചു വരില്ല എന്നൊക്കെ പറഞ്ഞ് പോയതാ. തിരിച്ചു പോയി ഖത്തറിലേക്ക് തന്നെ തിരിച്ചു വന്നു. നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ ചങ്ങായിമാരൊക്കെ മിസ്സിങ് ആണ്. ചിക്കന്മാരൊന്നും ആരുമില്ലല്ലോ. ടെൻഷനാകുന്നു, ടെൻഷൻ. പിന്നെ അവിടെ ചവിട്ടിട്ടോ ഫ്ലൈറ്റ്. അയ്യോ, അങ്ങനെ അവിടെ എത്തി, നിർത്തി. ഇനിയിപ്പോൾ ആ സാധനമൊക്കെ പോന്നു കഴിഞ്ഞാൽ അതിലങ്ങ് ഇറങ്ങി പോവായിരുന്നു. ഖമാൺ, അതാ വരുന്നത്. അതിങ്ങനെ വന്ന് അതിൽ കയറി ഇറങ്ങി പോകണേ. കാര്യം വേണമല്ലോ 5 മിനിറ്റ് ഇരിക്കാനും. അപ്പോൾ അങ്ങനെ സങ്കടം ഉണ്ടോയെന്ന് ചോദിച്ചാൽ സങ്കടമുണ്ട്. നാട് വിട്ട് വന്ന് നോക്കുമ്പോൾ രസമല്ല. ഓക്കെ, സാധനങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ലഗേജ് ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട്. ലഗേജും കറങ്ങി. ഇപ്പോൾ ലഗേജൊക്കെ ഒന്ന് പിക്ക് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഒരു ടാക്സി നോക്കണം. അങ്ങനെ എൻ്റെ ലഗേജ് കിട്ടിയിട്ടുണ്ട് ഗൈസ്. 3 ലഗേജ് ഉണ്ടായിരുന്നു. 3 ലഗേജും കിട്ടി. ഇനി നേരെ പുറത്തേക്ക് പോവാം. ഏതെങ്കിലും ഒരു ടാസ്ക് കിട്ടുമോ നോക്കട്ടെ. ഒരു ടാസ്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ടാസ്കിനെ വിളിച്ച് പോകണം. ചാട്ടങ്ങളും അരുവികളും
അങ്ങനെ ഖത്തർ എയർപോർട്ട് പാസ് ചെയ്യാൻ പോവുകയാണ്. നടക്കണ്ട അങ്ങനെതാ ഞാൻ വണ്ടി ഇട്ടിട്ടുണ്ട് ഗൈസ്. വണ്ടി ഒരു ഇന്നോവ ക്രസ്റ്റേ കിട്ടിയത്, കുഴപ്പമൊന്നുമില്ല, ഉഷാറ് വണ്ടി. എൻ്റെ ലഗേജൊക്കെ ഞാൻ കയറ്റി സേഫാക്കി. ഡ്രൈവർ പുറത്തുണ്ട്. എയർപോർട്ടിൽ നിന്ന് വണ്ടി വിളിച്ച് 3 ബോക്സ് ബാഗ് ഉണ്ടായിരുന്നു, 2 ബോക്സ് ഒരു ബാഗും. അതൊക്കെ എടുത്ത് സെറ്റ്. ഞാൻ കയറിയിരുന്ന് ബാക്കിലിരുന്ന് ഫ്രണ്ടിലിരിക്കാൻ പറഞ്ഞു. ഞാൻ ഫ്രണ്ടിൽ ആയിരിക്കില്ല, എനിക്ക് സീറ്റ് ബെൽറ്റ് ഇടാൻ വയ്യ പറഞ്ഞു. അങ്ങനെ ഞാൻ പൈസ കൊടുത്ത് പോകല്ലേ, പൈസ കൊടുത്ത് പോകുമ്പോൾ അവന് എന്നെ അങ്ങനെ കൊണ്ടുപോകും. എനിക്കാവില്ല അവൻ്റെ മുന്നിലിരിക്കാൻ. ഇവനാണെങ്കിലോ പിടുത്തം വിട്ട് ഇംഗ്ലീഷും എനിക്കിട്ട് മനസ്സിലാവണമില്ല. അങ്ങനെ അവൻ വണ്ടിയൊക്കെ എടുത്ത് അവന് കിലോമീറ്ററൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ട്. കിലോമീറ്റർ നോട്ട് ചെയ്ത് വെച്ചാൽ അവന് വണ്ടി എടുത്ത് ഓടുന്നതാന്ന് തോന്നുന്നു എയർപോർട്ടിൽ. അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത കിലോമീറ്റർ അവന് അവസാനം എൻ്റെ കിലോമീറ്ററൊക്കെ ഉണ്ടാവുമല്ലോ. എന്നോട് ലൊക്കേഷനൊക്കെ ചോദിച്ചു, ഞാൻ ലൊക്കേഷനൊക്കെ പറഞ്ഞു കൊടുത്ത്. ആളടിപൊളിയാണ്, ആള് അടിപൊളി ഡ്രൈവിങ് കാര്യങ്ങളൊക്കെ ആയിട്ട്. അങ്ങനെ യാത്രകളൊക്കെ ഉഷാറായിരുന്നു, അടിപൊളിയായിരുന്നു ചങ്ങായിമാരെ. അങ്ങനെ അടിച്ചു പൊളിച്ച് നാട് വിട്ട് ഖത്തറിലേക്ക് വന്ന് ഖത്തറിലെത്തി, റൂമിൽ നിന്ന് നമ്മളെ കുറേ കൂട്ടുകാരന്മാരൊക്കെ ആയിട്ടൊന്ന് അടിച്ചു പൊളിച്ച് ഗാനമേളയും പാട്ടും പരിപാടിയൊക്കെ കഴിഞ്ഞു, ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ നാളെ ഡ്യൂട്ടിക്ക് പോകേണ്ടത് കൊണ്ട് പെട്ടെന്ന് കിടന്നുറങ്ങാമെന്നുള്ള പ്രതീക്ഷയുമായി ഞങ്ങൾ കിടന്നുറങ്ങി എല്ലാവരും. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും പാകലാം. ബൈ.